ഹായ്, ഞാൻ നിങ്ങളെ സ്വന്തം D5. നമ്മൾ വർക്ക് എടുത്തതിന് ശേഷം വർക്ക് കോപ്പി ചെയ്യുമ്പം നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിൽ എങ്ങനെ വർക്ക് നമുക്ക് കോപ്പി ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഒരു ചെറിയ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അത് എല്ലാവർക്കും അറിയാവുന്നൊക്കെ കാര്യമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളേതായാലും നോക്കുക. നമ്മൾ വർക്ക് കോപ്പി ചെയ്യുമ്പം സമയത്ത്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് അല്ലേ, ശരിയല്ല? അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസത്തെ ക്ലയൻറ്റിൻ്റെ പേരെടുത്ത് ക്ലയൻറ്റിൻ്റെ പേര് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് 2 ഫോൾഡർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക, ഫോട്ടോ വീഡിയോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ബോത്ത് സൈഡ് വർക്കുകളായിരിക്കും. അപ്പം ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബ്രൈഡ്, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഫോൾഡറോടെ കോപ്പി ചെയ്യണേ, ഗ്രൂം അല്ലേ. അപ്പോൾ ബ്രൈഡ് സൈഡിൽ പോയവരുടെ ഫോട്ടോ നമ്മൾ ബ്രൈഡ് സൈഡിലേക്കും ഗ്രൂം സൈഡിൽ പോയവരുടെ ഫോട്ടോ നമ്മൾ ഗ്രൂം സൈഡിലേക്കും കോപ്പി ചെയ്യുന്നു. അതുപോലെ തന്നെ സെയിം നമ്മൾ വീഡിയോയും അതുപോലെ നമ്മൾ 2 ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഫോൾഡർ ഗ്രൂം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണ്, ബ്രൈഡ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കുക, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അന്നത്തെ ദിവസത്തെ ക്ലയൻറ്റിൻ്റെ നെയിം എന്താണോ ആ ഡേറ്റ് വെച്ച് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫോട്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ഫോൾഡർ വരുന്നു. അപ്പോൾ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈഡും ഗ്രൂമും അതിനകത്തോട്ട് വരുന്നു. അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്തും ബ്രൈഡ് ഗ്രൂം. ഇതിൻ്റെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് ആർക്കെങ്കിലും കോപ്പി ചെയ്ത് കൊടുക്കുന്നത്, പ്രീ പ്രൊഡക്ഷന് വേണ്ടിയെങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തോ നമ്മളിത് ഫോട്ടോഷോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് കൊടുക്കണമെന്നുള്ള സമയത്ത് നമുക്ക് ഈ ഫോട്ടോ മാത്രം കോപ്പി ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മനസ്സിലായോ? ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോൾഡറിനകത്ത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും 2 പേരെ ഉണ്ടാവും. വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിവേ, താങ്ക് യു സോ മച്ച്.